വാഗമൺ യാത്രയിൽ കാണുന്ന സിനിമകളുടെ ഭാഗമായിട്ടുള്ള കിടിലനൊരു വെള്ളച്ചാട്ടം. മൂലമറ്റത്തു നിന്നും വാഗമൺ പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്നും മൂലമറ്റത്തെ തേക്കിൻകൂപ്പിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. തേക്കിൻകൂപ്പിലൂടെയുള്ള യാത്രയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. മൂലമറ്റത്തെ തേക്കിൻകൂപ്പ് ഒരുപാട് സിനിമകളിലും ഭാഗമായിട്ടുണ്ട്. ഇതാണ് മണപ്പാടി എന്ന സ്ഥലം. പുഴയ്ക്ക് കുറുകെയായി ഒരു പാലമുണ്ട്. പാലം അപകടത്തിലാണ് എന്നൊരു അറിയിപ്പും ഇവിടെ കാണാം. പാലവും പിന്നിട്ട് ഇടത്തേക്കുള്ള വഴി യാത്ര തുടർന്നു. ഈ വഴി ഇലപ്പള്ളി, എടാട്, വാഗമൺ, പുള്ളിക്കാനം എന്നിവിടങ്ങളിലേക്കെല്ലാം നമുക്ക് പോകാവുന്നതാണ്. വാഗമൺ പോകുമ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇങ്ങനെ തണലും തണുപ്പുമൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഇതിലെ കുറച്ചു ദൂരം പോരുമ്പോൾ പുഴയുടെ വ്യൂ കിട്ടുന്ന മറ്റൊരു സ്പോട്ടുമുണ്ട്. ഇവിടെ നിന്നും പുഴയുടെ നല്ല ഒരു കാഴ്ച കാണാം. ഒരു ചിത്രം വരച്ചതുപോലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ പുഴ ഒഴുകിപ്പോകുന്നു. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. ഇന്നും രാവിലെ മഴ പെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല അന്തരീക്ഷമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കയറ്റമാണ്. മനോഹരമായ ഒരു പാതയാണിത്. മരങ്ങൾക്കിടയിലൂടെ ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ച കാണാം. അങ്ങനെ നമ്മൾ ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്നും 26 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഇവിടെ നിന്നും 15 കിലോമീറ്റർ ദൂരമാണ് വാഗമണ്ണിലേക്കുള്ളത്. ഈ വെള്ളച്ചാട്ടം കുറച്ച് ഡേഞ്ചറാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ശബ്ദമുണ്ട്. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കാണാം. പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഇതിലെ ഒരു വഴിയുണ്ട്. നല്ല മഴക്കാലത്ത് നമ്മൾ ഈ നിൽക്കുന്നിടം വരെയും വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തു വരും. നല്ല ഉയരമുള്ളതും അപകടം നിറഞ്ഞതുമായ ഒരു വെള്ളച്ചാട്ടമാണിത്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ പുഴയൊഴുകുന്ന കാഴ്ച കാണാം. പുഴയുടെ കറക്റ്റ് നടുവിലായി അവിടെ ഒരു ഊഞ്ഞാൽ കാണാം. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതും വെള്ളച്ചാട്ടത്തിലേക്ക് വണ്ടി ഇറക്കുന്നതും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടത് സൈഡിലൂടെ മറ്റൊരു വഴിയുമുണ്ട്. ഇവിടെ നിന്നും നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകളും കാണാം. ഇപ്പോൾ എന്തായാലും വെള്ളം കുറവുള്ള ഒരു സമയമാണ്. ചുറ്റും നല്ല ഗ്രീനറിയാണ്. 150 അടിയോളം ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. ചുറ്റും മരങ്ങളും കാടുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയിൽ അങ്ങ് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. നമ്മളീ കാണുന്ന പാറകളൊക്കെ മൊത്തം പായൽ പിടിച്ച് വഴുക്കലായിട്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ തുടരും സിനിമയിലും സൗബിൻ്റെ ഇലവീഴാ പൂഞ്ചിറയിലുമൊക്കെ ഇലപ്പള്ളി വെള്ളച്ചാട്ടം ഭാഗമായിട്ടുണ്ട്. ഇലപ്പള്ളി വാഗമൺ റൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വേറെയും വെള്ളച്ചാട്ടങ്ങൾ കാണാവുന്നതാണ്.